ഹായ് ഓൾ, ദിസ് ഇസ് ഏഞ്ചലിറ്റ്. വെൽക്കം ടു സ്റ്റഡി ടേബിൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് ആറാമത്തെ പാഠമായ സോഷ്യൽ സയൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ്. ഓക്കെ, ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്നതിൻ്റെ എക്സ്പ്ലനേഷൻ ഭാഗമാണ്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു പാഠം നമുക്ക് എന്തൊക്കെ അറിവുകളാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്? പണ്ട് കാലങ്ങളിൽ മനുഷ്യർ നടത്തിയ ചില സമുദ്രയാത്രകളെക്കുറിച്ചും അതുപോലെ ഇന്നത്തെ ആധുനിക ലോകത്ത്, നമ്മുടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ ലോകത്ത് ഈ വേൾഡിൽ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് സമുദ്രയാത്ര ചെയ്യാനാണെങ്കിലും എല്ലാ തലത്തിലും നമുക്ക് മാപ്പ് എന്ന് പറയുന്നത് ഭൂപടത്തിൻ്റെ ആ ഒരു എന്തൊക്കെ ചേഞ്ചാണ്, മാറ്റങ്ങളാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലേ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ എല്ലാവരുടെ ഫോണിലുണ്ടല്ലേ GPS എന്നുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടല്ലേ. നമ്മളിപ്പം എവിടെയെങ്കിലും നമുക്ക് അറിയാത്ത സ്ഥലത്ത് ദൂരോട്ടൊക്കെ പോകാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ GPS നെറ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ GPS ഓൺ ആക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, നമുക്ക് ഇന്ന സ്ഥലത്ത് നമുക്ക് റൂട്ട് മാപ്പ് നമുക്ക് കിട്ടും അല്ലേ. റൂട്ട് മാപ്പ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നോക്കി ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ്, ഇന്ന സൈഡിലാണ് അല്ലേ, ഗോ സ്ട്രെയിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര മീറ്റർ ഉണ്ടെന്നൊക്കെ എല്ലാം നമുക്ക് ഫോണിലൂടെ തന്നെ കിട്ടും അല്ലേ, ഏത് ദേശത്ത് പോയാലും അല്ലേ. അപ്പോൾ നമുക്ക് എവിടെ വേണേലും നമുക്കിപ്പോൾ സഞ്ചരിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ പണ്ട് കാലങ്ങളിൽ അത് എങ്ങനെയായിരുന്നു നമുക്കൊന്ന് നോക്കാം. നോക്കി, നമുക്ക് ചാപ്റ്റർ എങ്ങനെ തുടങ്ങുന്നത്? Following are the accounts of sea voyages of some eminent travelers of different periods, read carefully. അതായത് വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയ ചില സമുദ്രയാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ചുവടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് നമ്മളോട് ശ്രദ്ധയോടെ വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന ആരെക്കുറിച്ചാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. ഓക്കെ, ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറഞ്ഞ ആരാണ്? വാസ് ബോൺ ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ജനോവ, പ്രസന്റ്ലി നോർത്ത് വെസ്റ്റേൺ ഇറ്റലി. ഇന്നത്തെ കാലത്ത് ഇറ്റലി, നോർത്ത് വെസ്റ്റേൺ ഇറ്റലിയാണ് എന്ത്? അന്നത്തെ ജനോവ എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെയായിരുന്നു ജനിച്ചിരുന്നത്. ഇൻ ദ 15th century. ഏത് നൂറ്റാണ്ടിലായിരുന്നു? 15ാം നൂറ്റാണ്ടിൽ ആയിരുന്നു. ഓക്കെ, he was a well-known sailor and explorer. He came to know about the natural resources of India and started his first voyage in search of India through the Atlantic Ocean in 1492 AD. അദ്ദേഹം നോക്കിക്കേ, ഒരു നാവികനായിരുന്നു. അതേപോലെ അദ്ദേഹത്തിന് എന്തായിരുന്നു? എക്സ്പ്ലോറർ ആയിരുന്നു. എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ ഓരോന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നീ നിലകളിൽ അദ്ദേഹം വളരെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, ഹി കെയിം ടു നോ, അദ്ദേഹത്തിന് മനസ്സിലായി. എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായത്? യെസ്, പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം കേട്ടറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തൻ്റെ ആദ്യത്തെ കപ്പൽ യാത്ര അദ്ദേഹം എന്ന് നടത്തി? യെസ്, 1492. അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി ഇന്ത്യയെക്കുറിച്ച്? നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, അങ്ങനെ നോക്കിക്കേ, എന്ത് മാർഗത്തിലൂടെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന ആ ഒരു സമുദ്ര മാർഗത്തിലൂടെ. ഓക്കെ, ഇൻ ഓർഡർ ടു നോ ദ റൂട്ട്, കൊളംബസ് ആൻഡ് his team traveled with a large leather wrapped globe on which places were marked. They also used another such sphere to mark the location of stars. But Columbus lost his route and reached some islands near the North American continent. This was because of the lack of accurate maps and other navigational aids. നോക്കിക്ക് എന്ത് പറ്റിയെന്ന്? അദ്ദേഹം അങ്ങനെ യാത്ര തിരിച്ചു അല്ലേ. യാത്ര തിരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടായിരുന്നു? യെസ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വഴി അറിയുന്നതിനായി വലിയൊരു ഗോളം. ഓക്കെ, ഗ്ലോബ് എന്ന് പറഞ്ഞത് ഗോളം. അത് തുകൽ കൊണ്ട്, അതായത് ലെതർ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? എല്ലാം മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇതുപോലെ മറ്റൊരു ഗോളം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്നത്തെ കാലത്തുള്ള ഗ്ലോബും മാപ്പും വെച്ചൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? യാത്ര തുടങ്ങിയത്. പക്ഷെ നോക്കിയേ, കൊളംബസിൻ്റെ യാത്ര എന്ത് പറ്റി? വഴിതെറ്റി. ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയുടെ സമീപമുള്ളൊരു ചില ദ്വീപുകളിലാണ് അദ്ദേഹം ചെന്നെത്തിയത്. ഓക്കെ, നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ ഏതോ ഐലൻഡിൽ, ഐലൻഡിലാണ് അദ്ദേഹം എത്തിയത്. ഓക്കെ, എന്തായിരിക്കും കാരണം? ദിസ് ഇസ് ബിക്കോസ്, കാരണം എന്താണ്? കൃത്യമായ വഴി കാട്ടാൻ അദ്ദേഹത്തിന് ഭൂപടങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു ഇതിൻ്റെ വലിയ കാരണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫെർഡിനൻഡ് മാഗല്ലൻ. Ferdinand Magellan was born in the 16th century in northern Portugal in Europe. With an unquenchable quest to travel around the world, the Portuguese explorer Magellan and his team started their voyage from Europe in September 1519. Their aim was to travel through the Atlantic Ocean and the Pacific Ocean and to return to Europe. They used maps prepared in the 16th century to know the exact location of continents. അടുത്ത നെക്സ്റ്റ് നമുക്കൊരാളാണ്, ഒരു പ്രശസ്തനായ ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പ്ലോററായിരുന്നു ഫെർഡിനൻഡ് മാഗല്ലൻ. അദ്ദേഹം 16ാം നൂറ്റാണ്ടിലൊക്കെ, ഇദ്ദേഹം 16th centuryയാണ്. ഓക്കെ, യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് ഇദ്ദേഹം ജനിച്ചിരുന്നത്. ഓക്കെ, പോർച്ചുഗീസുകാരനായിരുന്നു. അതേപോലെ ലോകം ചുറ്റി സഞ്ചരിക്കുക ഇദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഒരു മോഹമായിരുന്നു. അൺക്വെഞ്ചബിൾ ക്വസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? അടങ്ങാത്ത ഒരു മോഹം. ഓക്കെ, അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടരും എന്ത് ചെയ്ത്? കപ്പൽ യാത്ര ആരംഭിച്ചു. എപ്പോഴായിരുന്നു? യൂറോപ്പിൽ നിന്ന്
1519 സെപ്റ്റംബറിൽ. ഓക്കെ, അവരുടെ എയിം, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? യെസ്, അവരുടെ ലക്ഷ്യമായിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ, പിന്നെ എന്താ സംഭവിച്ചത്? ദേ യൂസ്ഡ് മാപ്സ്, അവർ മാപ്പുകൾ ഉപയോഗിച്ചു. അന്നത്തെ കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, ഇനി നോക്കി എന്താ സംഭവിച്ചത്? When the journey prolonged for years, discontent arose among them. When they reached the Philippines Islands in the Pacific Ocean, they had a war with the inhabitants of Mactan Island and Magellan was killed in the war. കണ്ടോ, വളരെ ഒരു വിഷമകരമായ കാര്യം നടന്നു. നോക്കിക്കേ എന്താ പറ്റിയെന്ന്. അവരെല്ലാവരുടെ കൂട്ടരി യാത്ര തിരിച്ചു. ഓക്കെ, എന്നാൽ ഒത്തിരിയും കാലമായി. നോക്കി, എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടുപോയി. ഓക്കെ, ഇച്ചിരി വർഷം നീണ്ടുപോയി. അപ്പോൾ എന്ത് പറ്റി? ഇതിലൂടെ കപ്പലിൽ എന്തുണ്ടായി? കലഹങ്ങളുണ്ടായി. ഒരു ഗ്രൂപ്പായിട്ടല്ലേ അവർ തിരിച്ചത്. ഓക്കെ, അപ്പം ആ ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തുടങ്ങി? കലഹങ്ങളുണ്ടായി. പിന്നെ എന്താ പറ്റിയത്? പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പീൻസ് എന്ന ഐലൻഡിലെത്തി. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആ ഐലൻഡിലുള്ള അവിടുത്തെ ആളുകളാണ് മാക്ടൻ. ഓക്കെ, അവിടുത്തെ ദ്വീപവാസികളാണ്. അവരുമായിട്ട് എന്ത് പറ്റി? ഇവരുമായിട്ട് യുദ്ധം നടത്തി. ഓക്കെ, ആ യുദ്ധത്തിൽ ആര് മരിച്ചുപോയി? അതെ, മാഗലൻ മരിച്ചുപോയി. കണ്ടോ? പിന്നെന്താ പറയുന്നത്? Those who survived returned to Europe in September 1522 in an age when there were no detailed maps or other details to know the exact route. It took 3 years for them to travel around the world. കണ്ടോ, അന്നത്തെ കാലത്ത് അവരുടെ ശരിക്കും നല്ല മാപ്പ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എത്ര വർഷം പിടിച്ചു? 3 വർഷം പിടിച്ചു. ബാക്കി ജീവനോടെ ശേഷിച്ചവർ യൂറോപ്പിലേക്ക് എന്നാ മടങ്ങിയെത്തിയത്? 1522 സെപ്റ്റംബറിലാണ്. കണ്ടോ, അദ്ദേഹം മാഗലൻ മരിച്ചുപോയി. പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്നാണ് യൂറോപ്പിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്? 1522. അപ്പം 3 വർഷം ഏകദേശം അവർക്ക് വേണ്ടി വന്നു. കാരണം എന്താ? യെസ്, അവർക്ക് വിശദമായ ഭൂപടങ്ങളോ അല്ലെങ്കിൽ വഴി അറിയാനുള്ള മറ്റു സൗകര്യങ്ങളോ അവരുടെ കയ്യിൽ അക്കാലത്ത് ഇല്ലാതിരുന്നു. ഓക്കെ, അപ്പം നോക്കിയേ, മാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അല്ലേ? നോക്കിക്കേ, ആ ആളുടെ ജീവൻ തന്നെ നഷ്ടമായി. കാരണം എന്തായിരിക്കും? അവിടെ പല കലഹങ്ങളുണ്ടായി കാണും അല്ലേ? ഇത്രയും നാളായി നമ്മൾ ഇതുവരെ അവിടെ എത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പല തർക്കങ്ങൾ അവിടെ ആ കപ്പലിൽ ഉണ്ടായി കാണും. നെക്സ്റ്റ് നോക്കാം, ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. ഓക്കെ, അദ്ദേഹത്തിന് എന്താ നമ്മളോട് പറയാനുള്ളത്? The Indian sailor Abhilash Tomi was born at Tripunithura in the Ernakulam district of Kerala. He set out on a sea voyage around the world from Mumbai in November 2012, overcoming many challenges en route. He travelled around the world and returned to the shores of Mumbai on 31st March 2013. It was with the help of accurate maps and other modern instruments that he could complete his journey around the world in about 150 days വിതൗട്ട് ലൂസിങ് ഹിസ് വേ. അതായത് നോക്കിക്കേ, അടുത്ത് നമുക്ക് നോക്കാനുള്ളതാ. നോക്കിക്കേ, ഇന്ത്യയിലെ നാവികനായ അഭിലാഷ് ടോമി. ഓക്കെ, അദ്ദേഹം ഒരു മലയാളിയാണ്. ഓക്കെ, കേരളത്തിലെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അപ്പം ഏത് സെയിലറാണത്? ഇത് അമേരിക്കൻ സെയിലറോ യൂറോപ്യൻ സെയിലറോ അല്ലെങ്കിൽ പോർച്ചുഗീസ് സെയിലർ അല്ല. ഇതാരാണ്? ഒരു ഇന്ത്യൻ സെയിലർ, അതും മലയാളിയാണ്. ഓക്കെ, അപ്പോൾ നോക്കി, 2012 നവംബറിൽ എന്ത് പറ്റി? സമുദ്രമാർഗത്തിലൂടെ ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? യാത്ര തിരിച്ചു. എവിടെ നിന്നായിരുന്നു? മുംബൈയിൽ നിന്നും. എന്നാണ് 2012. ഓക്കെ, ഓവർകമ്മിങ് മെനി ചാലഞ്ചസ്, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി, സമുദ്രത്തിലെ പലവിധങ്ങളായ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചു ലോകം ചുറ്റി അദ്ദേഹം 2013 മാർച്ച് 31 മുംബൈയിൽ തിരിച്ചെത്തി. ഓക്കെ, കൃത്യമായ ഭൂപടങ്ങളുടെയും അതേപോലെ ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴിതെറ്റാതെ ഏകദേശം ഒരു 150 ദിവസം കൊണ്ട് അദ്ദേഹം ഭൂമിയെ ചുറ്റി വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പം എത്ര ദിവസം പിടിച്ചത്? ജസ്റ്റ് 150 ഡേയ്സ് ആണ് പിടിച്ചത്. കണ്ടോ? കാരണം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അക്യുറേറ്റ് മാപ്പും അതേപോലെ മോഡേൺ ഇൻസ്ട്രുമെൻസും ഉണ്ടായിരുന്നു. പക്ഷെ പണ്ടത്തെ കാലത്ത് നോക്കിയാൽ 3 വർഷവും അല്ലെങ്കിൽ അതിന് കൂടുതലും ഒക്കെ ആയിരുന്നു പിടിച്ചിരുന്നത് അല്ലേ? ഇപ്പം നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ 3 മാസം എന്തേ ആയിട്ടുള്ളൂ അല്ലേ? ഒരു ലോകം മൊത്തം ചുറ്റിക്കറങ്ങാൻ കമാൻഡർ അഭിലാഷ് ടോമിക്ക് സാധിച്ചു. ഓക്കെ, അപ്പോൾ മാപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ കണ്ടു അല്ലേ? ഇറ്റ് ഈസ് ആസ്റ്റോണിഷിംഗ് ടു നോ ദാറ്റ് കൊളംബസ് ആൻഡ് മാഗലൻ മെയ്ഡ് പ്രൊലോങ്ഡ് വോയേജസ് വെൻ ദർ വർ നോ മാപ്സ് ഓർ അതർ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സ് to help them in navigation. It should be clear to you that with the help of accurate and detailed maps and modern technology, one can travel around the world without losing the way. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇന്നത്തെ പോലുള്ള ഭൂപടങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള കൊളംബസിൻ്റെയും അതേപോലെ മാഗലൻ്റെയും വർഷങ്ങൾ നീണ്ട കപ്പൽ യാത്രകൾ ഏവരെയും എന്ത് ചെയ്തു? അമ്പരിപ്പിക്കുന്നതാണ് അല്ലേ? നമ്മളെയൊക്കെ ആസ്റ്റോണിഷ് ചെയ്യുന്നതാണ്, അമ്പരിപ്പിക്കുന്നതാണ്. ലോകത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്ന ഭൂപടങ്ങളുടെയും അതേപോലെ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായത്താൽ ചുരുങ്ങിയ കാലയളവിൽ വഴിതെറ്റാതെ ലോകം തിരിച്ചെത്താമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പം നമുക്കൊരു ഡിഫറൻസ് മനസ്സിലായല്ലോ. പണ്ടത്തെ കാലത്തെ എങ്ങനെയായിരുന്നു അവർ ലോകം ചുറ്റി സഞ്ചരിച്ച് വന്നതും അതേപോലെ ഇപ്പോഴത്തെ മോഡേൺ ഏജിൽ എങ്ങനെയാണ്
അല്ലേ? ലോകം ചുറ്റി എത്ര കാലം പിടിക്കും നമുക്കിപ്പം മനസ്സിലായി. ഇമ്പോർട്ടൻസ് ഓഫ് മാപ്സ്, ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂപടങ്ങളുടെ പ്രാധാന്യം. ഓക്കെ, maps are important tools for geographers. You can illustrate your classroom, school and its premises and your locality on a paper. Similarly, any place on the earth can be illustrated on a paper. True representation of the features of Earth's surface on a two-dimensional plane is called a map. It is believed that maps were in use for centuries, but they were not as accurate as modern maps. Maps showing the detailed information about the Earth's feature have become inevitable in the modern world. Today, different types of maps are used in different fields. അതായത് ജോഗ്രഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിശാസ്ത്രക്കാർ. ഓക്കെ, ഭൂമിയെക്കുറിച്ചുള്ള പഠനം ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്നവരാണ് ആര്? ജോഗ്രഫേഴ്സ്. ഓക്കെ, അപ്പം അവരുടെ പ്രധാന ഉപകരണമാണ് എന്ത്? ഭൂപടം. ഓക്കെ, നമ്മുടെ ക്ലാസ് മുറിയിലും അതേപോലെ സ്കൂൾ പരിസരത്തു നിന്നൊക്കെ നമ്മൾ താമസിക്കുന്ന പ്രദേശം ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കടലാസിൽ ചിത്രീകരിക്കാൻ നമുക്ക് കഴിയും, അല്ലേ? നമുക്കൊരു പേപ്പർ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒരു സ്കെച്ച് വരച്ചുകൂടെ, അല്ലേ? നമ്മുടെ വീട് എങ്ങനെയായിരിക്കുന്നത്, വീട്ടിൽ എവിടെയൊക്കെയാണ് മുറികൾ, അതേപോലെ സ്കൂൾ എങ്ങനെയാണ്, സ്കൂളിൻ്റെ കമ്പൗണ്ട് എവിടെയാണ്, പാർക്ക് എവിടെയാണ്, ക്യാൻറ്റീൻ എവിടെയാണ്, ഓക്കെ, അതേപോലെ പിന്നെ ഓഫീസ് റൂം എവിടെയാണ്, ലൈബ്രറി എവിടെയാണ്, കമ്പ്യൂട്ടർ റൂം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്കൊരു പേപ്പറിൽ നമുക്ക് ഒരു സ്കെച്ച് കൊടുക്കാം, അല്ലേ? ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തിനെയാണ് നമ്മൾ ഭൂപടങ്ങളെന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ട്രൂ റെപ്രസെൻറ്റേഷൻ, ശരിക്കുള്ള ഇങ്ങനെയുള്ള ചിത്രീകരണത്തെ നമ്മൾ എന്ത് പറയും? യെസ്, നമ്മൾ എന്താ പറയുന്നത്? മാപ്പ് എന്ന് പറയും. ബട്ട് ദേ വെർ നോട്ട്. പക്ഷെ നോക്കിക്കേ, പണ്ടത്തെ കാലത്ത് എന്താ സംഭവിച്ചത്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. എന്നാൽ അവ ഇന്നത്തെ പോലുള്ള വ്യക്തവും കൃത്യവുമായുള്ള ഭൂപടങ്ങളല്ലായിരുന്നു. നോക്കിയേ, സെഞ്ച്വറീസ് ബിഫോർ, അതായത് പണ്ട് കാലങ്ങളിൽ മാപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ദേ വെർ നോട്ട് ആസ് അക്യുറേറ്റ്, അത് ഇപ്പോഴത്തെ പോലത്തെ കൃത്യം അല്ലായിരുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? മാപ്പ് ഷോയിങ് ദ ഡീറ്റെയിൽ ഇൻഫർമേഷൻ. നോക്കിക്കേ, ഭൂമിയുടെ വിശദമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഭൂപടങ്ങൾ ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി ഇപ്പം മാറിയിരിക്കുന്നു, അല്ലേ? നമുക്ക് ഇപ്പം എല്ലാ കാര്യത്തിനും ഏത് ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്കും ഇപ്പം എന്ത് ആവശ്യമുണ്ട്? മാപ്പിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ? ഇന്ന് വിവിധങ്ങളായ ഭൂപടങ്ങൾ ഒട്ടനവധി മേഖലകളിൽ നമ്മൾ ഉപയോഗിക്കുന്നു ഉണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ലേണിംഗ് ജോഗ്രഫി, ഡിഫൻസ്, ടൂറിസം, അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ട്. നോക്കിക്കേ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഭൂമിശാസ്ത്ര പഠന മേഖല, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? മാപ്പ് വേണം. പിന്നെന്താ? പ്രതിരോധ മേഖല, ഡിഫൻസ്. ഓക്കെ, ഡിഫൻസ്, ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന രാജ്യത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് മാപ്പ് വേണം. അതേപോലെ വിനോദസഞ്ചാര മേഖല, അല്ലേ? ടൂറിസ്റ്റിൻ്റെ ആ ഒരു കാര്യത്തിന് നമുക്ക് മാപ്പ് വേണം. ടൂറിസ്റ്റുകാർ മാപ്പ് നോക്കിയല്ലേ ഇന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത്, അല്ലേ? പിന്നെന്താ? ഭരണനിർവഹണ മേഖല, ഗതാഗത മേഖല, ട്രാൻസ്പോർട്ടിനും ഒക്കെ എന്ത് വേണം? മാപ്പ് അത്യാവശ്യമാണ്. ഓക്കെ, ലെറ്റ് us examine who else other than students and teachers use map. നമുക്ക് നോക്കാം, കുട്ടികൾക്കും ടീച്ചേഴ്സിനും അല്ലാതെ വേറെ ആർക്കൊക്കെയാണ് മാപ്പിൻ്റെ ഉപയോഗമുള്ളത്? ഒന്ന് ഇൻഡസ്ട്രിയലൈസ്ഡ്, അതായത് ആരാണ് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യവസായികൾ. ഓക്കെ, അതേപോലെ ഹിസ്റ്റോറിയൻസ്, അതേപോലെ ചരിത്രകാരന്മാരുണ്ട്. പിന്നെ പൈലറ്റുകാർക്കും എന്തിൻ്റെ ആവശ്യമുണ്ട്? മാപ്പിൻ്റെ ആവശ്യമുണ്ട്. ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ്, അതേപോലെ കപ്പലിലെ കപ്പിത്താന്മാർക്കും എന്തിൻ്റെ ആവശ്യമുണ്ട്? മാപ്പിൻ്റെ ആവശ്യമുണ്ട്. ഫോർ വാട്ട് പർപ്പസ് ഡു ദേ യൂസ് മാപ്പ്? അവരെല്ലാവരും, ഈ കാണുന്നവരൊക്കെ എന്തിനു വേണ്ടിയാണ് അവർ മാപ്പ് ഉപയോഗിക്കുന്നത്? അതേപോലെ ഡു ദേ യൂസ് ദ സെയിം മാപ്പ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്? ഡിസ്കസ്. അവർ ഒറ്റ മാപ്പാണോ പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? ആണോ? നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പ് ആർ പ്രിപ്പയർഡ് ഫോർ വേരിയസ് പർപ്പസസ്. ലെറ്റ് us have a look at maps and their importance. അതായത് ഓരോ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിവിധങ്ങളായ ഭൂപടങ്ങളാണ് ഇന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടല്ലേ. ഇത്രയേറെ പ്രാധാന്യമുള്ള ഭൂപടങ്ങളുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഹിസ്റ്ററി ഓഫ് മാപ്സ്. Maps of 15th and 16th centuries were not accurate and hence the journey of Columbus and Magellan were long and they lost their way as well. അതായത് 15-16 നൂറ്റാണ്ടിലുള്ള അന്നത്തെ കാലത്തുള്ള ഭൂപടങ്ങളൊന്നും കൃത്യമല്ലായിരുന്നതാൽ എന്ത് പറ്റി? കൊളംബസിൻ്റെയും മാഗല്ലൻ്റെയൊക്കെ അവർക്കൊക്കെ സമുദ്രയാത്രകൾ അവർക്ക് വഴിതെറ്റാനും പിന്നെ ദൈർഘ്യമേറാനും അത് ഇടയായി, അല്ലേ? അതൊക്കെ നമുക്ക് മനസ്സിലായി. വേർ മാപ്സ് പ്രിപ്പയർഡ് പ്രയർ ടു ദിസ് പീരിയഡ്? ഈ കാലഘട്ടത്തിന് മുൻപേ മാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? വേർ മാപ്സ് ഓഫ് ദോസ് ഡേയ്സ് ആസ് അക്യുറേറ്റ് ആൻഡ് ക്ലിയർ ആസ് ദ പ്രസൻറ്റ് ഡേ മാപ്സ്? അന്നത്തെ കാലത്തുള്ള ഭൂപടങ്ങൾ ഇന്നത്തെ പോലെ വ്യക്തവും കൃത്യവുമായിരുന്നോ? അല്ലല്ലേ. നോക്കിയേ, ചേഞ്ചസ് ഓഫ് മാപ്പ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരീഡ്, പല കാലഘട്ടത്തിൽ. നോക്കിയേ, മെസപ്പൊട്ടോമിയൻ മാപ്പാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ക്ലേ പ്ലേറ്റ് ആണ്. എങ്ങനെയാണ് ആ മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്? കളിമൺ ഫലകമാണ്. കണ്ടോ, കളിമണ്ണ് കൊണ്ടാണ് ആ മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ നോക്കി, രണ്ടാമത്തെ ചിത്രത്തിൽ പോസിബിൾ റെൻഡറിങ് ഓഫ് അനാക്സിമാൻഡേഴ്സ് വേൾഡ് മാപ്പ്. അതായത് എന്താ കൊടുത്തിരിക്കുന്നത്? അനാക്സിമാൻഡറിൻ്റെ വരച്ചതെന്ന് കരുതുന്ന ഒരു ലോക ഭൂപട മാതൃകയാണ്. ഓക്കെ, ലോക ഭൂപടം, അതായത് വേൾഡ് മാപ്പാണ്. കണ്ടോ, അന്നത്തെ കാലത്ത് നോക്കിയേ, ഏഷ്യ, യൂറോപ്പ്, ലിബിയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ,
പിന്നെ ചുറ്റും ഓഷ്യനാണ്. അന്നത്തെ കാലത്ത് അവരുടെ അറിവ് വെച്ച് അവർ ഉണ്ടാക്കിയെടുത്ത മാപ്പാണ്, കണ്ടോ, ലോക മാപ്പ്. പിന്നെ മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ കൊടുത്തേക്കുന്നത്? വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ഭൂപടമാണ് മൂന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്, അല്ലേ? അതേപോലെ നാലാമത്തെ വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ടോളമി നിർമ്മിച്ച ലോക ഭൂപടമാണ് നാലാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇനി അഞ്ചാമത്തെ നമ്മൾ കാണുന്നത് എന്താ? വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ മെർക്കാറ്റർ തയ്യാറാക്കിയ ലോക ഭൂപടമാണ്. ഓരോരുത്തരുടെയും ഓരോ വ്യത്യസ്ത രീതിയിലാണ്, കണ്ടോ. അതേപോലെ ഓർട്ടേലിയസിന്റെ വേൾഡ് മാപ്പാണ് നമ്മൾ ആറാമത്തെ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ഹാവ് യു നോട്ടീസ് ദ പിക്ചേഴ്സ്? കമ്പയർ ദീസ് വിത്ത് വേൾഡ് മാപ്പ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഐഡന്റിഫൈഡ്? അതായത് നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി നിങ്ങളുടെ സ്കൂളിലുള്ള സാമൂഹ്യശാസ്ത്ര ലാബിൽ ഉള്ള മാപ്പ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത് നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, ലെറ്റ് us examine the changes that have been take place to maps over centuries. It is believed that the history of maps are as old as human civilization. The Mesopotamian plates prepared on baked clay plates about 5,000 years ago are considered the oldest maps. On these plates, there were specific lines and symbols that helped to depict the peculiarities of even small places. അതായത് നൂറ്റാണ്ടുകളിലൂടെ ഭൂപടങ്ങളിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാൻ പറ്റും. നോക്കിക്കേ, മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് എന്ത്? ഭൂപടങ്ങളുടെ ചരിത്രവും. എന്താ ഇവിടെ പറയുന്നത്? ഹ്യൂമൻ സിവിലൈസേഷൻ. അതായത് മനുഷ്യരുടെ സംസ്കാരത്തെക്കാളിലും പഴക്കമുണ്ട് എന്തിന്? ഭൂപടങ്ങളുടെ ചരിത്രത്തിനും. ഓക്കെ, മാപ്പിൻ്റെ ഹിസ്റ്ററിക്കും അതേപോലെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങൾ. അപ്പം ഏറ്റവും ഓൾഡസ്റ്റ് മാപ്പ് എന്താണ് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ എന്ത് പറയണം? മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ് ആണ്, അല്ലേ? അതെങ്ങനത്തെയാണ്? ക്ലേ പ്ലേറ്റ് ആണ്. നോക്കി അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടോ? എങ്ങനെ ചെയ്ത? ബേക്ക് ചെയ്തയാ, കണ്ടോ? ബേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിമണ്ണ് നിർമ്മിച്ച് ചുട്ടെടുത്തതാണ് ആ ഫലകങ്ങൾ. ഓക്കെ, പിന്നെന്താ അവിടെ പറയുന്നത്? ഇവയിൽ വളരെ ചെറിയ പ്രദേശങ്ങളുടെ സവിശേഷതകൾ കാണിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം വരകളും ചിഹ്നങ്ങളും ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാം. ഈ ക്ലേ പ്ലേറ്റിൽ എന്തുണ്ട്? അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ ചെറിയ സ്മോൾ പ്ലേസസിൻ്റെ പ്രത്യേകതകൾ പോലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വരകളിലും ഓരോ സിമ്പലിലും. ഓക്കെ, മാപ്സ് were prepared on leather and bronze plate during the period of the Greek philosopher Anaximander, who is believed to have prepared the first map. The invention of the Greek mathematician Eratosthenes and the contributions of astronomers like Hipparchus and Ptolemy helped more in preparing maps. The voyage by sailors and explorers like Columbus and Magellan led to the preparation of more accurate maps. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്തത് ഗ്രീക്ക് തത്വചിന്തകനാണ്. ആര്? അനക്സിമാൻഡർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തുകലിലും, അതായത് തുകൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെതർ. ഓക്കെ, ലെതറും അതേപോലെ വെങ്കല ഫലകങ്ങളിലുമാണ് അദ്ദേഹം തയ്യാറാക്കിയിരുന്നത്. ഓക്കെ, ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ഇറാത്തോസ്തനീസിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഹിപ്പാർക്കസും അതേപോലെ ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളും എന്താണ്? ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകരമായി. ഓക്കെ, ഇവരൊക്കെ എന്ത് ചെയ്തു? പല പല വോയേജ്, അല്ലേ? പല പല കപ്പൽ യാത്രയൊക്കെ നടത്തി. അപ്പം കപ്പൽ യാത്ര നടത്തിയിട്ട് അവരെന്തൊക്കെ കണ്ടുപിടിച്ചു? ഇതുപോലെ ലോകം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഒക്കെ ഇവരെന്ത് ചെയ്തു? അതൊക്കെ ഈ വേൾഡ് മാപ്പിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ, പിന്നെന്താ പറയുന്നത്? മെർക്കാറ്റർ who is known as the father of modern cartography, and Abraham Ortelius, who prepared an atlas by combining many maps, gave new insight to the making of modern maps. The contributions of Greek, Roman, Arab and Indian geographers to the development of modern cartography are significant. അതായത് ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? മെർക്കാറ്റർ. ഓക്കെ, മെർക്കാറ്റർ ആരാണ്? ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. ആരാണ്? മെർക്കാറ്റർ. ഓക്കെ, പിന്നെന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്തൊരു അറ്റ്ലസ് തയ്യാറാക്കി. ഓക്കെ, അതേപോലെ എബ്രഹാം ഓർട്ടേലിയസും ആധുനിക ഭൂപട നിർമ്മാണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയവരാണ്. ഓക്കെ, ആധുനിക ഭൂമിശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ഗ്രീക്ക്, റോമൻ, അറബ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രക്കാരുടെ സംഭാവന ഏറെ വിലപ്പെട്ടതാണ്. അപ്പോൾ ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ആണ്? ഗ്രീക്കും, റോമൻ, അറബും, ഇന്ത്യൻ ജോഗ്രഫേഴ്സും. അവരെന്ത് ചെയ്തു? മോഡേൺ കാർട്ടോഗ്രഫി, അതായത് കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപട ശാസ്ത്രം. ഓക്കെ, അതിലൊക്കെ ഇവരുടെ പങ്ക് വളരെ വലുതായിരുന്നു. The history of maps started with clay plates. With the advancement of technology, it has now reached the level of computer-aided maps. In this fast-developing world, maps have also changed with the times. With the help of computers, map making has reached a stage where exact location details about a place and three-dimensional views are possible on a mouse click. Okay, അതായത് ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഭൂപടങ്ങളുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് എവിടം വരെ എത്തിയിട്ടുണ്ട്? ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഭൂപടങ്ങൾ വരെ നമ്മൾ എത്തി നിൽക്കുന്നു, അല്ലേ?
അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്ത് ഭൂപടങ്ങളും എന്താണ് കാലത്തിനൊത്തിപ്പോൾ മാറിയിട്ടുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറുകളുടെയും മറ്റ് സഹായത്താൽ ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ സ്ഥാനം, ത്രിമാന ദൃശ്യങ്ങൾ ഇവയൊക്കെ ഒരു മൗസ് ക്ലിക്കിൽ തന്നെ സ്ക്രീനിൽ തെളിയുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ ഭൂപട നിർമ്മാണം വളർന്നിരിക്കുന്നു അല്ലേ. ഇപ്പം മൗസ് ക്ലിക്ക് എന്ന് പോലും പറയണ്ടല്ലേ, നമ്മുടെ മൊബൈലിൽ പോലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അല്ലേ. നമ്മുടെ ഫിംഗർ ടിപ്സിൽ എന്തുണ്ട് ഇപ്പോൾ, നമുക്ക് മാപ്പ് ഉണ്ടല്ലേ നമ്മുടെ കയ്യിൽ. അതേപോലെ കാർട്ടോഗ്രാഫ് ഇതൊക്കെ നമ്മൾ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്താണ് കാർട്ടോഗ്രഫി എന്നുള്ള വാക്ക് കാർട്ട എന്ന ഫ്രഞ്ച് വേർഡും അതേപോലെ ഗ്രാഫിക് എന്ന വാക്കിൽ നിന്നാണ് എടുത്തത്. കാർട്ട് മീൻസ് മാപ്പ്, അതേപോലെ ഗ്രാഫിക് മീൻസ് ഡ്രോയിങ്. ഓക്കെ, കാർട്ടോഗ്രഫി എന്താണ്, അതൊരു ശാസ്ത്രമാണ്, മാപ്പ് മേക്കിങ്ങിൻ്റെ ഒരു ശാസ്ത്രമാണ്. എന്ത്, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് എന്ത്, ഭൂപട ശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി. പിന്നെന്താ, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെയാണ് എന്ത് പറയുന്നത്, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എന്താ പറയുന്നത്, കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മൾ ഫോട്ടോഗ്രാഫർ എന്ന് വിളിക്കത്തില്ലേ ഫോട്ടോ എടുക്കുന്ന ആളിനെ, അതേപോലെ മാപ്പ് തയ്യാറാക്കുന്ന ആളെ എന്താ വിളിക്കുന്നത്, കാർട്ടോഗ്രാഫർ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ കാണിച്ചിരിക്കുന്നത്, ഫസ്റ്റ് മാപ്പ് നോക്കിയേ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദ ഫസ്റ്റ് മാപ്പ് വാസ് പ്രിപ്പയർഡ് ബൈ ദ ഗ്രീക്ക് ഫിലോസഫർ അനാക്സിമെൻഡർ. ഹി വാസ് ബോൺ ഇൻ മിലറ്റസ് ഓഫ് ഏഷ്യ മൈനർ ഇൻ 610 BC. ആദ്യമായിട്ടുള്ള മാപ്പ് തയ്യാറാക്കിയത് ഗ്രീക്ക് ഫിലോസഫറായ അനാക്സിമാൻഡർ ആണെന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പം ഇന്നെടുത്ത ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, അതിനോടൊപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതിനൊപ്പം ഷെയറും ചെയ്യുക ഫ്രണ്ട്സ്. സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.